My dear students, in this video we are discussing about Python features. Python programming language features എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Python is a dynamic, high-level, free, open-source and interpreted programming language. Python എന്ന് പറയുന്നത് ഡൈനാമിക് ഹൈ ലെവൽ, നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്, അതിൽ Python എന്ന് പറയുന്നത് ഹൈ ലെവലാണ്. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ്ഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിനാണ് പൈതൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയാനുള്ളത്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് സപ്പോർട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആസ് വെൽ ആസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇത് ഫുള്ളി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മാത്രമല്ല, ഇത് ബോത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും ആണ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ഇൻ പൈതൺ വി ഡു നോട്ട് നീഡ് ടു ഡിക്ലെയർ ദി ടൈപ്പ് ഓഫ് വേരിയബിൾ ബിക്കോസ് ഇറ്റ് ഈസ് എ ഡൈനാമിക്ലി ടൈപ്ഡ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഫീച്ചറാണ് ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യം ഇല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക്ലി ടൈപ്ഡ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ പൈതൺ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, ഹൈ ലെവലാണ്, ഫ്രീ ഓപ്പൺ സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, പൈതൻ്റെ സോഫ്റ്റ്വെയർസ് നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. കൂടാതെ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണ്ട അഡീഷൻസ് ആയിട്ടുള്ള അതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനും ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ ഇറ്റ് ഈസ് ആൻ ഇൻറ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, കമ്പൈൽഡ് അല്ല, ഇൻറ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇവിടെ ഡൈനാമിക്കലി എന്ന് പറയാൻ കാരണം വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 10, ഇവിടെ നമ്മൾ എക്സിൻ്റെ ഡാറ്റ ടൈപ്പ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല, പക്ഷേ എക്സിലേക്ക് 10 എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിയർ എക്സ് ക്യാൻ ബി എനിത്തിങ് സച്ച് എ സ്ട്രിങ്, ഇൻറ്റ്, എക്സെട്ര. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ആകാം, സ്ട്രിങ് ആകാം, ഇൻറ്റ് ആകാം, ഫ്ലോട്ട് ആകാം, ഡബിൾ ആകാം. ഓക്കെ, ഫീച്ചേഴ്സ് ഇൻ പൈതൺ. ദർ ആർ മെനി ഫീച്ചേഴ്സ് ഇൻ പൈതൺ, സം ഓഫ് വിച്ച് ആർ ഡിസ്കസ്ഡ് ബിലോ. ഈസി ടു കോഡ്, ആദ്യത്തെ ഫീച്ചറാണ് easy to code. Python is a high level programming language. Python is very easy to learn the language as compared to other language like C, C#, JavaScript, Java, etc. It is very easy to code in Python language and anybody can learn Python basic in a few hours or days. It is also a developer friendly language. ഇപ്പോൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കൂടാതെ ഇതൊരു ഡെവലപ്പർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. അതായത് കമ്പയർ ടു അതർ ലാംഗ്വേജ് C, C#, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോൾ പൈതൺ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. പൈതൺ ലാംഗ്വേജ് ഈസ് ഫ്രീലി അവൈലബിൾ അറ്റ് ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആൻഡ് യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദി ഗിവൺ ഡൗൺലോഡ് ലിങ്ക് ബിലോ. ക്ലിക്ക് ഓൺ ദി ഡൗൺലോഡ് പൈതൺ കീവേഡ്. ഡൗൺലോഡ് പൈതൺ. സിൻസ് ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ്, ദിസ് മീൻസ് ദാറ്റ് സോഴ്സ് കോഡ് ഈസ് ഓൾസോ അവൈലബിൾ ടു ദി പബ്ലിക്, സോ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആസ് യൂസ് ഇറ്റ് ആസ് വെൽ ആസ് ഷെയർ ഇറ്റ്. അപ്പം ഏത് സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ പോർഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതായിരിക്കും. എന്താണേലും ഇതൊരു ഫ്രീ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ കയറി പൈതൺ ഫ്രീ സോഫ്റ്റ്വെയർ, ലേറ്റസ്റ്റ് 3.0 ആണ് വേർഷൻ ഉള്ളത്, പൈതൺ സോഫ്റ്റ്വെയർ ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ അതൊരു സൈറ്റിലേക്ക് മൂവ് ചെയ്യും. ആ സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ, ഇപ്പോൾ ലിനക്സ് ആണോ, ഉബുന്തു ആണോ, വിൻഡോസ് ആണോ, അത് നോക്കി ആ ഒരു പൈതൺ സോഫ്റ്റ്വെയർ നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ഒരു ഫീച്ചറാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. വൺ ഓഫ് ദി കീ ഫീച്ചർ ഓഫ് പൈതൺ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പൈതൺ സപ്പോർട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ക്ലാസ്, ഒബ്ജക്റ്റ് എൻക്യാപ്സുലേഷൻ, എക്സെട്ര. നമ്മൾ പറഞ്ഞു പൈതൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്, എന്നാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഊപ്സിൻ്റെ മെയിൻ കോൺസെപ്റ്റായ ക്ലാസ്, ഒബ്ജക്റ്റ്, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻസ്, ഇതെല്ലാം എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കേണ്ടി വരും, അതും കൂടെ ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ, അടുത്ത ഒരു ഫീച്ചറാണ് GUI പ്രോഗ്രാമിംഗ് സപ്പോർട്ട്. എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് GUI എന്ന് പറഞ്ഞാൽ. ദറ്റ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് എ മൊഡ്യൂൾ സച്ച് ആസ് PyQt5, PyQt4, WX Python or TK in Python. PyQt5 is the most popular options for creating graphical apps with Python. അപ്പോൾ നമുക്ക് ഈ പൈതൺ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ ഗ്രാഫിക്കൽ ആപ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് മൊഡ്യൂൾസുകളാണ് ഇവിടെ PyQt5, PyQt4, WX Python അല്ലെങ്കിൽ TK Python എന്നൊക്കെ
പറയുന്നത്. അപ്പോൾ ഈ ഒരു പിന്നെ മൊഡ്യൂൾസ് യൂസ് ചെയ്ത് ഈ ഗ്രാഫിക്കൽ യൂസർ പ്രോഗ്രാമിങ്ങിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രാഫിക്കൽ യൂസർ പ്രോഗ്രാമിങ്സിൽ നമുക്ക് എന്താണ് ആപ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. പൈതൺ ഈസ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. വെൻ വി റൈറ്റ് പ്രോഗ്രാം ഇൻ പൈതൺ വി ഡു നോട്ട് നീഡ് ടു റിമെമ്പർ ദി സിസ്റ്റം ആർക്കിടെക്ചർ, നോട്ട് വി do we need to manage the memory. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹ്യൂമൻ റീഡബിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ എന്ന് പറയുന്നത്. ഒരു പൈതൺ പ്രോഗ്രാം റൈറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ആ സിസ്റ്റം ആർക്കിടെക്ചർ ഒന്നും നമുക്ക് റിമെമ്പർ ചെയ്തിരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണ ഒരു പ്രോഗ്രാം എന്താണ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്, മെമ്മറിയിൽ അല്ലേ. അപ്പം മെമ്മറി മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഫുൾ ആർക്കിടെക്ചർ ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. സാധാരണ നോർമൽ പ്രോഗ്രാംസ് ഈ C++ ഒക്കെ എഴുതി പോകുന്നതല്ലേ, ആ പ്രോഗ്രാംസൊക്കെ എവിടെയാണ്, മെമ്മറിയിലാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് നമ്മുടെ പൈതൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജസിനെയും പോലെ തന്നെ ആയിരിക്കും പൈതണും മെമ്മറിയിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. എക്സ്റ്റെൻസിബിൾ ഫീച്ചേഴ്സ്. പൈതൺ ഈസ് എ എക്സ്റ്റെൻസിബിൾ ലാംഗ്വേജ്. വി ക്യാൻ റൈറ്റ് some Python code into C or C++ language, and also we can compile that code in C or C++ language അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ ഫീച്ചേഴ്സിൽ പറഞ്ഞായിരുന്നു പൈതൺ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഓൾസോ എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ എക്സ്റ്റെൻസിബിൾ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഈ പൈതൺ കോഡ്, നമ്മളൊരു പൈതൺ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സിയിലോ C++ ലാംഗ്വേജിലായാലും നമുക്കെവിടെ കമ്പൈൽ ചെയ്യുന്ന ആ കോഡുകൾ C അല്ലെങ്കിൽ C++ ലാംഗ്വേജിൽ കമ്പൈൽ ചെയ്താലും എററൊന്നും ഒക്കർ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പൈതണെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആസ് വെൽ ആസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നും പറഞ്ഞിരിക്കുന്നത്. പൈതൺ ഈസ് പോർട്ടബിൾ ലാംഗ്വേജ്. പൈതൺ ലാംഗ്വേജ് ഈസ് ഓൾസോ എ പോർട്ടബിൾ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് പൈതൺ കോഡ് ഫോർ വിൻഡോസ് ആസ് വി വാണ്ട് ടു റൺ ദിസ് കോഡ് ഓൺ അതർ പ്ലാറ്റ്ഫോംസ് സച്ച് എസ് ലിനക്സ്, യൂണിക്സ് ആൻഡ് മാക്, ദെൻ വി ഡു നോട്ട് നീഡ് ടു ചേഞ്ചസ്, വി ക്യാൻ റൺ ദിസ് കോഡ് ഓൺ എനി പ്ലാറ്റ്ഫോം. അതിനാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത്. നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മളൊരു പൈതൺ പ്രോഗ്രാം എഴുതിയതെങ്കിൽ അത് ലിനക്സ് അല്ലെങ്കിൽ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലും ഈ ഒരു പൈതൺ കോഡ് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് ഈസ് നോൺ ആസ് പൈതൺ ഈസ് എ പോർട്ടബിൾ ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ് വൺ, പൈതൺ ഈസ് ഇൻറ്റഗ്രേറ്റഡ് ലാംഗ്വേജ്. പൈതൺ ഈസ് ഓൾസോ ആൻ ഇൻറ്റഗ്രേറ്റഡ് ലാംഗ്വേജ് because we can easily integrate Python with other languages such C++, etc. അപ്പോൾ ഈ പൈതൺ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റുള്ള ലാംഗ്വേജസും C ആകാം, C++ ആകാം, C# ആകാം, ജാവയാകാം, ജാവാസ്ക്രിപ്റ്റ് ആകാം, ഇതിനെ ഒക്കെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയും സാധിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് പൈതൺ ഈസ് ഇൻറ്റഗ്രേറ്റഡ് ലാംഗ്വേജ്. ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജ്. പൈതൺ ഈസ് ആൻ ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജ് ബിക്കോസ് പൈതൺ കോഡ് ഈസ് എക്സിക്യൂട്ടഡ് ലൈൻ ബൈ ലൈൻ അറ്റ് എ ടൈം. ലൈക്ക് അതർ ലാംഗ്വേജസ് C++, Java, etc., there is no need to compile Python code. This make it is easy to debug our code. The source code of Python is converted into an immediate ഫോം കോൾഡ് ബൈറ്റ് കോഡ്. അതായത് ഈ നമ്മുടെ പൈതൺ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം 2 ടൈപ്സ് ട്രാൻസ്ലേറ്റർ, കമ്പൈലർ ഉണ്ട്, ഇൻ്റർപ്രിറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കമ്പൈലർ എന്ന് വെച്ചാൽ എന്താ, ഹോൾ പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ ആണ്. എന്നാൽ ഇൻ്റർപ്രിറ്റർ എന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പൈതൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ലൈൻ ബൈ ലൈൻ കോഡ് എക്സിക്യൂഷൻ ആയിരിക്കും നടക്കുക. പക്ഷേ C++, ജാവ, എക്സെട്ര അതുപോലെ തന്നെയായിരിക്കും ഇതിൽ നടക്കുന്നത്. ദർ ഈസ് നോ നീഡ് ടു കമ്പൈൽ പൈതൺ കോഡ്. ദിസ് മേക്ക് ഇറ്റ് ഈസ് easy to debug our code. The source code of Python is converted into immediate form called bytecode. അപ്പോൾ ഇവിടെ എന്താണ്, ഡീബഗിങ് കോഡ്സ് അല്ലെങ്കിൽ എറേഴ്സ് ഫൈൻഡ് ഔട്ട് വേണ്ടി എന്താണ് കമ്പൈൽ ചെയ്യേണ്ട കാര്യമില്ല പൈതൺ കോഡ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പൈതണിൻ്റെ സോഴ്സ് കോഡിനെ എങ്ങോട്ടേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്, ബൈറ്റ് കോഡ്, ഡയറക്റ്റ് ബൈറ്റ് കോഡിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്, വെച്ചാൽ മെഷീൻ കോഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി. പൈതൺ ഹാസ് എ ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി വിച്ച് പ്രൊവൈഡ് എ റിച്ച് സെറ്റ് ഓഫ് modules and functions, so you do not have to write your own code for every single thing. There are many libraries present in Python for such as regular expression, unit testing, web browsers, etc. അപ്പോൾ ഈ പൈതൺ എന്ന് പറയുന്നത് ഒരു ലാർജ് ലൈബ്രറി ഫയൽസിനെ തന്നെ ഈ പൈതൺ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം ലൈബ്രറി ഫയൽസ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻക്ലൂഡ് ഇൻക്ലൂഡ് IOStream.h എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാനില്ലേ, അതൊക്കെ എന്താണ്, ലൈബ്രറി ഫയൽസുകളാണ് അല്ലേ. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഒരു ഹ്യൂജ് ഒരു കളക്ഷൻസ് ഓഫ് ലൈബ്രറീസ് തന്നെയാണ് ഈ പൈതൺ ലാംഗ്വേജിനുള്ളത്. അതായത്
നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് OS ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈബ്രറി ഫയൽസ് നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്, എന്നിട്ട് നമ്മൾ അതിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ പൈതൺ എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഫയൽസിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഗുലർ എക്സ്പ്രഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റിങ്, വെബ് ബ്രൗസേഴ്സ് എക്സെട്ര ഇതിനെയൊക്കെ ഈ ഒരു ലൈബ്രറി ഫയൽസുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ്. പൈതൺ ഈസ് എ ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ്. ദാറ്റ് മീൻസ് ദി ടൈപ്പ് ഫോർ എക്സാമ്പിൾ ഇൻറ്റ്, ഡബിൾ, ലോങ് എക്സെട്ര ഫോർ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് അറ്റ് റൺ ടൈം, നോട്ട് ഇൻ അഡ്വാൻസ്. ബിക്കോസ് ഓഫ് ദിസ് ഫീച്ചേഴ്സ് വി ഡോണ്ട് നീഡ് ടു സ്പെസിഫൈ ദി ടൈപ്പ് ഓഫ് വേരിയബിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പൈതൺ എന്ന് പറയുന്നത് ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. എക്സ് ഈക്വൽ ടു 10 എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് സ്ട്രിങ് ആകാം, ഇൻറ്റ് ആകാം. അത് ഡിഫൈൻ ചെയ്യുന്ന ഏത് സമയത്താണ്? പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അല്ലേ. ഏതാണോ അതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ വേരിയബിളിൻ്റെ ടൈപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൈതണിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മാർക്കിനനുസരിച്ച് വേണം എഴുതാൻ. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിൻ്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നും അതൊരു ചെറിയ എക്സ്പ്ലനേഷനും എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ മാർക്കിനനുസരിച്ച് വേണം നമ്മളിവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. താങ്ക്